കോട്ടയം കുളത്തൂപ്പുഴയിൽ വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ പദയാത്രയും സമ്മേളനവും സംഘടിപ്പിച്ചു. വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിച്ച സാഹോദര്യ കേരള പദയാത്രയാണ് കുളത്തൂപ്പുഴ ടൗണിൽ നടത്തിയത്. പുനലൂരിന്റെ പൊൻതിളക്കം അൽ-അമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. തൂക്കുപാലത്തിന്റെ വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് അഷ്റഫ് ഹനീഫ അധ്യക്ഷനായിരുന്നു. ജില്ലാ ട്രഷറർ ഹലീമ ടീച്ചർ സ്വാഗതം പറഞ്ഞു. പാർട്ടി പ്രവർത്തകർ പൊന്നാട അണിയിച്ച് റസാഖ് പാലേരിയെ ആദരിച്ചു. ചടങ്ങിൽ നിർധനരായ വ്യക്തികൾക്ക് വീട് വൈദ്യുതീകരിക്കുന്നതിനുള്ള സഹായം വിതരണം ചെയ്തു. വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് ഷെഫീഖ് ചോഴിയക്കോട് പരിപാടിക്ക് മേൽനോട്ടം വഹിച്ചു. സാഹോദര്യ കേരള പദയാത്രയുടെ ഉദ്ദേശത്തെക്കുറിച്ചും വെൽഫെയർ പാർട്ടിയുടെ രാഷ്ട്രീയ നയത്തെക്കുറിച്ചും റസാഖ് പാലേരി സംസാരിച്ചു. പ്രധാനപ്പെട്ട വിഷയം കേരളത്തിലെ ഭൂരഹിതരും ഭവനരഹിതരുമായ നിരവധിയായ കുടുംബങ്ങളുടെ പ്രശ്നമാണ്. നമുക്കറിയാം, പാർപ്പിടമെന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. ഭൂമി അനിവാര്യമായി മനുഷ്യരുടെ കേരളീയ സമൂഹത്തിൽ അനിവാര്യമായും ഉണ്ടാകേണ്ട ഏറ്റവും സുപ്രധാനമായ ഭൂപരിഷ്കരണത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഭൂപരിഷ്കരണം നടന്നു എന്നാണ് പറയുക. പക്ഷേ ഇപ്പോഴും 50,000-ഓളം വരുന്ന കോളനികളിൽ ജീവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരുണ്ട്. അവർക്ക് എത്രയാ ഭൂമി? 4 സെന്റ് ഭൂമി, 3/4 സെന്റ് കോളനി എന്നൊക്കെയാണ് പറയുക. ഇപ്പോൾ മന്ത്രി പറഞ്ഞിട്ടുണ്ട്, കോളനി എന്ന പേര് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല എന്ന്. വെൽഫെയർ പാർട്ടി അതിനെ സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ പേര് മാറ്റം കൊണ്ട് മാത്രം പരിഹരിക്കാവുന്ന ദുരിതങ്ങളല്ല കേരളത്തിലെ 50,000-ലധികം വരുന്ന അത്തരം കേന്ദ്രങ്ങളിൽ താമസിക്കുന്ന സാധാരണക്കാർ അനുഭവിക്കുന്നത്. ഈ യാത്രയിൽ തന്നെ ഇവിടെയുള്ള സഹോദരിമാരും സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞു, ഈ നാട്ടിൽ നിരവധിയായ പ്രദേശങ്ങളിൽ വാസയോഗ്യമല്ലാത്ത വീടുകളിൽ ജീവിക്കേണ്ടി വരുന്ന പശ്ചാത്തലത്തെക്കുറിച്ച്. അവർക്ക് മാന്യമായി നടന്നു പോകാനുള്ള വഴിയില്ല. വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അരിപ്പ ഭൂസമരവുമായി രൂപപ്പെട്ടുണ്ടായ ഒരു വലിയ സെറ്റിൽമെന്റ് അവിടെയുണ്ട്. അവിടെ നിരവധി കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട്. അവിടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും അസുഖം വന്നുപോയാൽ എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക എന്നുപോലും അറിയാത്ത പ്രയാസങ്ങളിലും ദുരന്തങ്ങളിലും ബുദ്ധിമുട്ടുകളിലുമാണ് അവരുള്ളത്. വെൽഫെയർ പാർട്ടി വളരെ ഗൗരവപ്പെട്ട ചോദ്യം കേരള ഗവൺമെന്റിന്റെ മുമ്പാകെ ഉന്നയിക്കുകയാണ്. കേരളത്തിൽ ഭൂപരിഷ്കരണം നടന്നു എന്നാണ് പറയുക. പക്ഷേ ആ ഭൂപരിഷ്കരണത്തിന്റെ ബാക്കി പത്രം എന്താണ്? നമുക്കറിയാം, കേരളത്തിലെ സാധാരണക്കാരായ ഏപ്രിൽ 19-ാം തീയതി തിരുവനന്തപുരത്ത് നിന്നും ആരംഭിച്ച പദയാത്ര മെയ് മാസം കാസർഗോഡിൽ പര്യവസാനിക്കും. യോഗത്തിൽ വാർഡ് മെമ്പർ ഉദയകുമാർ നന്ദി പറഞ്ഞു. റിപ്പോർട്ടർ സുനിൽ വള്ളിക്കാല, കുളത്തൂപ്പുഴ. പുനലൂരിന്റെ പൊൻതിളക്കം അൽ-അമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം. പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും. എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ. ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ്. അൽ-അമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. ഫോൺ 0475 291 2916 8129 69916.